ഓം ശാന്തി. ഞാൻ എൻ്റെ ശ്രദ്ധ ആന്തരികതയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു നിമിഷം ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ആരാണ്? ഞാൻ ഈ ശരീരമല്ല. ഞാൻ ഒരു ശുദ്ധ ചൈതന്യ ജ്യോതിബിന്ദു ആത്മാവാണ്. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ഒരു നക്ഷത്രം, ഒരു നിരാകാരി ആത്മാവാണ് ഞാൻ. ഈ ആത്മബോധത്തിൽ ഞാൻ സ്ഥിതമാകുന്നു. എൻ്റെ മനസ്സ് ശാന്തമാണ്, ലൈറ്റാണ്. മനസ്സിൽ കേവലം ഒരു പ്രിയങ്കരനായ പരംപിത ശിവബാബയുടെ ഓർമ്മ മാത്രം. മനസ്സ് ബാബയുടെ ഓർമ്മയിൽ മുകളിലേക്ക് പറന്നു പോകാൻ തുടങ്ങുന്നു. അവിടെ പരമധാമത്തിൽ കേവലം ശാന്തി മാത്രമാണ്. പരംജ്യോതി പ്രകാശിക്കുന്നു. അതാണ് ജ്യോതിർമയ ശിവബാബ. എൻ്റെ പ്രിയ ഭോലാനാഥ് ശിവബാബ, ഞാൻ ആത്മാ ബാബയുടെ മുന്നിൽ ഉപസ്ഥിതമാകുന്നു. ബാബ എനിക്ക് പ്രാണനിലും പ്രാണനാണ്. ഭോലാനാഥ ബാബ സദാ നൽകുന്നവനാണ്. ഒരിക്കലും ഒന്നുമെടുക്കുന്നില്ല, കേവലം നൽകിക്കൊണ്ടേയിരിക്കുന്നു. മുഴുവൻ ജഗത്തിലും കേവലം ബാബ മാത്രമാണ് സദാ നിസ്വാർത്ഥമായിരിക്കുന്നത്, സദാ നിഷ്കാമിയാണ്. ബാബ അങ്ങ് സദാ നിസ്വാർത്ഥ ഭാവത്തിൽ സർവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ഖജാന, ശക്തികളുടെ ഖജാന, സുഖശാന്തിയുടെ ഖജാന സർവർക്കും നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ അങ്ങയുടെ മധുരമായ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്നു. ബാബ അങ്ങെനിക്ക് അപാര സ്നേഹം നൽകുന്നു. എന്നിൽ സന്തോഷത്തിൻ്റെ കിരണങ്ങൾ വർഷിക്കുന്നു. എന്നെ അനുഗ്രഹങ്ങളാൽ സമ്പന്നമാക്കുന്നു. ഭോലാനാഥ് ബാബ എന്നിലെ കുറവുകളും കുറ്റങ്ങളും ഏറ്റെടുത്ത് എനിക്ക് പദം ഗുണം നല്ലത് നൽകുന്നു. ബാബ അങ്ങ് എനിക്ക് അളവറ്റ സന്തോഷം നൽകുന്നു. അങ്ങ് ഭോലാ ഭണ്ഡാരിയാണ്. എൻ്റെ മനസ്സ് ശാന്തമാണ്, ഹൃദയം സന്തുഷ്ടമാണ്. ബാബ കുട്ടികൾക്ക് വേണ്ടി സുഖത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുകയാണ്. പിതാവാകുന്ന ബാബ കുട്ടികൾക്ക് ഒരിക്കലും ദുഃഖം നൽകില്ല. ബാബ തന്നെയാണ് അഹല്യകളെയും ഗണികകളെയും കൂനികളെയും ഉദ്ധരിക്കുന്നത്. അവർക്ക് വിശ്വത്തിൻ്റെ രാജ്യപദവിയുടെ സമ്പത്ത് നൽകുന്നു.
കാമചിതയിലിരുന്ന് ഭസ്മമായ കുട്ടികളെ ജ്ഞാനാമൃതം വർഷിച്ച് ഉണർത്തി ബാബ കൂടെ കൊണ്ടുപോകുന്നു. ഈ അന്തിമ ജന്മത്തിൽ ജ്ഞാനമാകുന്ന അമൃത് കുടിച്ച് അമരനായി മാറണം. മോശമായ ശീലങ്ങളെല്ലാം ഉപേക്ഷിക്കണം. ഞാൻ നരനിൽ നിന്നും നാരായണനായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. കുറച്ച് വാക്കുകളിലൂടെ ജ്ഞാനത്തിൻ്റെ സർവരഹസ്യങ്ങളെയും സ്പഷ്ടമാക്കുന്ന യഥാർത്ഥ ശക്തിശാലിയാകുന്നു. നിർവാണ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വാണിയിലേക്ക് വരുമ്പോൾ വാക്കുകൾ കുറവായിരിക്കും, എന്നാൽ സത്യവും ശക്തിശാലിയുമായിരിക്കും. വ്യർത്ഥമായ സംസാരം ഓട്ടോമാറ്റിക്കായി സമാപ്തമാക്കും. ഹൃദയത്തിൽ നിന്നും ബാബ എന്ന് വിളിക്കുക. അർത്ഥം സന്തോഷത്തിൻ്റെയും ശക്തിയുടെയും പ്രാപ്തി നേടുക. ഓം ശാന്തി.